വെൽക്കം ടു ഫ്യൂച്ചർ ബീറ്റ്സ്. ഇന്നത്തെ വീഡിയോ മുതൽ നമ്മൾ റിയാക്റ്റിൻ്റെ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരുപാട് ടോപ്പിക്സ് വെബ്സൈറ്റിൻ്റെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് തൊട്ട് റിയാക്റ്റ് എന്ന് പറയുന്ന ഫ്രണ്ട് എൻഡ് ഫ്രെയിം വർക്കിൻ്റെ വീഡിയോ ട്യൂട്ടോറിയൽ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നതിന്, ഇപ്പോൾ ഈ ട്യൂട്ടോറിയൽ കണ്ട് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അത് വീഡിയോസ് എല്ലാം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ബേസിക് ടു അഡ്വാൻസ് ജാവാ സ്ക്രിപ്റ്റ്, ആ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഇനി ഫ്യൂച്ചറിലുള്ള അല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജാവാ സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കാൻ കഴിയത്തുള്ളൂ. അപ്പം അതിൻ്റെ അകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് വെബ് ഡെവലപ്മെൻറ്റിൻ്റെ അകത്തല്ല ജാവാ സ്ക്രിപ്റ്റിൽ വരുന്ന എല്ലാ ടോപ്പിക്കും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അവസാനം കോഡിങ് ചലഞ്ചസും പ്രോബ്ലംസും ചെയ്ത് നമ്മൾ ലോജിക്കൽ സ്കില്ലും ഇമ്പ്രൂവ് ആക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട്. രണ്ടാമതായിട്ട്, നിങ്ങളെല്ലാവരും CSS പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ് ടൈൽവിൻ്റെ CSS. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റുകളും ബിൽഡ് ചെയ്ത് ഇറങ്ങുന്നത് ഇപ്പോൾ നോർമൽ CSS അല്ല, ടൈൽവിൻ്റെ CSS അല്ല. കാരണം നോർമൽ CSSനേക്കാളും നമുക്ക് എളുപ്പത്തിൽ ടൈൽവിൻ്റെ CSSൽ നമുക്ക് കോഡ് എഴുതാൻ പറ്റും. അത് നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഈ ചാനലിൽ തന്നെ ഞാൻ 6-7 വീഡിയോ ആയിട്ട് ടൈൽവിൻ്റെ CSSനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രൊജക്റ്റ് വൈസാണ്, റിയൽ വേൾഡ് പ്രൊജക്റ്റ് ചെയ്താണ് ഞാൻ പഠിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ടൈൽവിൻ്റെ CSSും മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി റിയാക്റ്റിൻ്റെ അകത്ത് പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്തും നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ടൈൽവിൻ്റെ CSS ആണ് ഉപയോഗിക്കുന്നത്. കാരണം എളുപ്പത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. നമ്മൾ റിയാക്റ്റിനെ പഠിക്കുന്നത് CSS അല്ലാത്തതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ടൈൽവിൻ്റെ CSS ഉപയോഗിക്കും. മൂന്നാമതായിട്ട്, Node.js ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. Node.js ഇൻസ്റ്റാളേഷൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഈ പറയുന്ന വീഡിയോസിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്തേക്കാം. അവിടെ കയറി നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ Node.js ഇൻസ്റ്റാൾ ചെയ്തേക്കണം. നമുക്ക് റിയാക്റ്റ് ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ Node.js മസ്റ്റാണ്. അതുപോലെ തന്നെ വെബ് ഡെവലപ്മെൻറ്റിൻ്റെ ബേസിക്സ്, വാട്ട് ഈസ് വെബ് ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഫണ്ടമെൻ്റലെല്ലാം പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണുമ്പം വെബ്സൈറ്റിൻ്റെ വർക്കിങ്ങും APIs, ഫ്രണ്ട് ആൻഡ് ബാക്ക് ആൻഡ് ഡൈനാമിക്, സ്റ്റാറ്റിക്, അങ്ങനെയുള്ള ഒരുപാട് വെബ് ഡെവലപ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ആൻഡ് ഫണ്ടമെൻ്റൽ ടോപ്പിക്സ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്സ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ മുമ്പോട്ടുള്ള ഡെവലപ്മെൻറ്റിൽ നിങ്ങൾക്ക് ഓരോ ലോജിക്കുകൾ ബിൽഡ് ചെയ്യുന്നതിന് അത് സഹായിക്കുന്നതായിരിക്കും. നമുക്കിനി നേരെ വീട്ടിലിടാം. ഞാൻ എന്തുകൊണ്ട് നോർമൽ റിയാക്റ്റ് ചൂസ് ചെയ്യാതെ വീറ്റ് റിയാക്റ്റ് ചൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ, നിലവിൽ ഇപ്പോൾ ഇൻഡസ്ട്രീൻ്റെ അകത്ത് മോസ്റ്റ് ഓഫ് ദ കമ്പനീസും മോസ്റ്റ് ഓഫ് ദ ഏജൻസീസും എല്ലാം റിയാക്റ്റ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുമ്പോൾ റിയാക്റ്റ് വീറ്റിൻ്റെ അകത്താണ് ബിൽഡ് ചെയ്യുന്നത്. വീറ്റ് മറ്റൊരു ഫ്രെയിം വർക്ക് അല്ല, വീറ്റ് ലൈക്ക് ഒരു ടൂളാണ്. നമുക്ക് സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുന്നതിന് നമുക്കത് ഫാസ്റ്റായിട്ട് സോഫ്റ്റ്വെയർ, ഇപ്പോൾ നമ്മൾ റിയാക്റ്റൊക്കെ സെർവേഴ്സാണ്. അപ്പോൾ റിയാക്റ്റിൻ്റെ സെർവർ പെട്ടെന്ന് റണ്ണാവുന്നതിലും അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ കോഡ് എഴുതുമ്പോൾ പെട്ടെന്ന് ആ മാറ്റം നമ്മൾ ആ ബ്രൗസറിൽ വരുന്നതിനും നമുക്ക് ഡെവലപ്മെൻറ്റ് ഫാസ്റ്റ് ആൻഡ് സ്പീഡ് എഫിഷ്യൻ്റ് ആക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ടൂള്, അതായത് നമ്മൾ റിയാക്റ്റ് ആപ്ലിക്കേഷനെ ഒന്ന് പുഷ് ചെയ്ത് തന്നെ സ്പീഡപ്പ് ആക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് വീറ്റ്. വീറ്റ് റിയാക്റ്റിന് വേണ്ടി മാത്രമുള്ള ഒരു ടൂളും അല്ല. വീറ്റ് Vanilla.js, വ്യൂ, അതുപോലെ തന്നെ റിയാക്റ്റ്, ഇങ്ങനെയുള്ള ഫ്രണ്ട് എൻഡ് ഫ്രെയിം വർക്കിനെല്ലാം വീറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി വീറ്റ് റിയാക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോസ് എല്ലാവരും നിങ്ങൾ കാണണം. അത് നിങ്ങൾ കാണാതെ വന്നത് ഇപ്പോൾ ബേസിക് നോളജും കൊണ്ട് ജാവാസ്ക്രിപ്റ്റിൻ്റെ ബേസിക് നോളജുമായിട്ട് വന്നിരുന്നാൽ തന്നെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞേക്കുന്ന ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ടൈൽവിൻ്റെ CSSും അറിഞ്ഞേക്കുന്ന. ഇനി അടുത്തടുത്ത് വരുന്ന വീഡിയോയിലുള്ള പ്രൊജക്റ്റൊക്കെ എത്തുന്ന സമയത്ത് ടൈൽവിൻ്റെ CSS നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഞാൻ ഇപ്പോൾ നമ്മൾ റിയാക്റ്റിൻ്റെ അകത്ത് നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോൻ്റെ അകത്ത് ഞാൻ റിയാക്റ്റ് ട്യൂട്ടോറിയൽ എന്നുകൊണ്ട് ഫോൾഡറിൻ്റെ അകത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഫയലിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോൾഡർ നിങ്ങളങ്ങ് ഓപ്പൺ ചെയ്താൽ മതി. ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ടെർമിനൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ടെർമിനൽ ഓപ്പൺ ആവുന്നതായിരിക്കും. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആ കോപ്പി ചെയ്ത കമാൻഡ് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പം നമ്മളടുത്ത് ഇത് ചോദിക്കും, നമ്മളെ പ്രൊജക്റ്റിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും. ഞാൻ ഇപ്പോൾ ക്ലയൻറ്റ് എന്നാണ് നമ്മളെ പ്രൊജക്റ്റിന് പേര് കൊടുത്തേക്കുന്നത്. എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഫ്രണ്ട് എൻഡ് ഫ്രെയിം വർക്കിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാൻ പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ആ കീബോർഡിലെ ഡൗൺ ആരോ ഉണ്ടല്ലോ, കീബോർഡിലെ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ഫ്രെയിം വർക്ക് സെലക്ട് ചെയ്യുക. നമ്മളിപ്പം റിയാക്റ്റാണ് ഉപയോഗിക്കുന്നത്. എൻ്റർ ചെയ്യുക. ഏത് മെത്തേഡ്, ഇപ്പോൾ ടൈപ്പ് സ്ക്രിപ്റ്റിലാണോ ജാവാ സ്ക്രിപ്റ്റിലാണോ ബിൽഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ആരോ ക്ലിക്ക് ചെയ്യുക, ഡൗൺ ആരോ, കീബോർഡിൽ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് നോർമൽ ജാവാ സ്ക്രിപ്റ്റിൽ ചെയ്യുക. ഫ്യൂച്ചറിലുള്ള വീഡിയോയിൽ എങ്ങനെയാണ് ടൈപ്പ് സ്ക്രിപ്റ്റ് നമുക്ക് റിയാക്റ്റിലും Next.jsലും ഉപയോഗിക്കുന്നതെന്നുള്ള ഞാൻ കാണിക്കുന്നതായിരിക്കും.
ഇപ്പം നമ്മളൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് നിങ്ങളൊരു തുടക്കക്കാരായതുകൊണ്ടും നമുക്ക് നോർമൽ ജാവാസ്ക്രിപ്റ്റിൽ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് കുറേ ഫയൽസും കുറേ ഫോൾഡേഴ്സും ആയിട്ട് ക്ലയൻറ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിൻ്റെ അകത്ത് മറ്റ് കുറേ ഫയൽസ് അല്ല. ഇതാണ് റിയാക്ട് ആപ്ലിക്കേഷൻ്റെ ഫയൽ സ്ട്രക്ചറും ഫോൾഡറിൻ്റെ സ്ട്രക്ചറല്ല. ഇനി നമുക്ക് ഈ റിയാക്ട് ആപ്ലിക്കേഷൻ്റെ അകത്തുള്ള പാക്കേജസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. റിയാക്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ജാവാസ്ക്രിപ്റ്റ് ഫയലുകൾ ചേർന്ന ഒരു ഫ്രെയിം വർക്കാണ് റിയാക്ട്. അതിപ്പം XJS ആയാലും എല്ലാം അതങ്ങനെയാണ്. ഡൈനാമിക് ഡാറ്റാസൊക്കെ മാനേജ് ചെയ്ത് ഡൈനാമിക് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഫ്രണ്ട് എൻഡ് ഫ്രെയിം വർക്ക് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം അവസാനം ഔട്ട്പുട്ട് കൊടുക്കുന്ന HTML CSS തന്നെയാണ്. പക്ഷേ ഡൈനാമിക് ആയിട്ട് വരുന്ന നിങ്ങൾക്ക് ഞങ്ങൾക്ക് വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഒരു അറേ ഓഫ് ഒബ്ജക്റ്റ് വരുന്ന ഡാറ്റയെ പ്രോപ്പറായിട്ട് എടുത്ത് ഓർഗനൈസ് ചെയ്ത് അതിനെ വിഷ്വലി കാണിക്കത്തക്ക രീതിയിലോട്ട് മാറ്റി യൂസറിനെ HTML CSS ആയിട്ട് കാണിപ്പിക്കുക എന്നുള്ള പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഫ്രെയിം വർക്കുകൾ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് വെബ് ഡെവലപ്മെൻറ്റ് ബേസിക്സും ഫണ്ടമെൻ്റലും വീഡിയോ കണ്ട് പഠിക്കണം. ഇനി നമ്മൾ ഡയറക്ടറി, നമ്മളിപ്പോൾ നിൽക്കുന്ന റിയാക്ട് ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഒരു ഫോൾഡറിൻ്റെ അകത്താണ്. അവിടെ നിന്ന് ക്ലയൻറ്റ് എന്ന് പറയുന്ന ഫോൾഡറിലോട്ട് നമ്മൾ ഡയറക്ടറി മാറണം. അപ്പോൾ CD ചേഞ്ച് ഡയറക്ടറി നമ്മൾ എന്ത് ചെയ്യണം, ക്ലയൻറ്റ് എന്ന് കൊടുക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ എന്തിലെത്തിയിട്ടുണ്ട്, ലൈക്ക് നമ്മളെ ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ ഫോൾഡറിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പാക്കേജസ്, ഇപ്പോൾ റിയാക്റ്റിൻ്റെ NPM പാക്കേജസ്, അതായത് NPM I എന്ന് കൊടുത്താൽ NPM ഇൻസ്റ്റാൾ ചെയ്യുമ്പം നോഡ് മൊഡ്യൂൾസ്, അതായത് ഇപ്പോൾ റിയാക്ട് ആപ്ലിക്കേഷൻ്റെ ഒരുപാട് ജാവാസ്ക്രിപ്റ്റ് ഫയൽസ് ഉണ്ട്. അപ്പോൾ ആ ഫയൽസ് എല്ലാം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഏതൊക്കെ ഫയലാണ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളതെന്നുള്ളത് ഈ പാക്കേജ് JSON എന്ന് പറഞ്ഞ ഫയലുണ്ടല്ലോ ഇവിടുത്തെ, അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഇതിപ്പോൾ കാണിക്കുന്നതാണ് ആ ഓരോ ഫയലുകളും. ഈ ഡിപ്പെൻഡൻസീസ്, ഡെവ് ഡിപ്പെൻഡൻസീസ് എന്നും അതുപോലെ തന്നെ നോർമൽ ഡിപ്പെൻഡൻസീസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തേക്കുന്നത്, റിയാക്ട് ഡോം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തേക്കുന്നതൊക്കെയാണ് ഈ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓരോ ഫയലുകളും. ഓക്കെ, അപ്പോൾ റിയാക്ട് ആപ്ലിക്കേഷൻ്റെ അകത്തുള്ള റിയാക്ട് റൺ ചെയ്യാനുള്ള ഫയൽസ് എല്ലാം ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റിയാക്ട് ആപ്ലിക്കേഷൻ ഒന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം. NPM run dev എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ റിയാക്ട് ആപ്ലിക്കേഷൻ ആ റിയാക്ട് സെർവറിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എൻ്റർ കൊടുക്കുമ്പോൾ ഇപ്പം നമുക്കൊരു URL ജനറേറ്റ് ആയി വരും, നമ്മളൊരു ലോക്കൽ ഹോസ്റ്റ് URL. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൺട്രോൾ ഉണ്ടല്ലോ കീബോർഡിലെ കൺട്രോളിൽ ഞെക്കിക്കൊണ്ട്, അല്ല ഒന്നേത് കോപ്പി പേസ്റ്റ് ചെയ്യുക, അതിനേക്കാളും ബെറ്റർ കീബോർഡിൽ കൺട്രോളിൽ ഞെക്കിക്കൊണ്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബ്രൗസറിൽ റിയാക്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതായിരിക്കും. ഇതാണ് നമ്മൾ റിയാക്ട് ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ്, ഇങ്ങനെയാണ് വരുന്നത്. നിലവിൽ ഇപ്പോൾ ഇവിടെ HTML ഇൻഡെക്സ് HTML ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇപ്പോൾ തലക്കെട്ടൊക്കെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ വീറ്റ് റിയാക്ട് എന്നാണ് മെറ്റാ ഡാറ്റ കൊടുത്തേക്കുന്നത്. പിന്നെ ഫ്യൂച്ചർ ബീറ്റ്സ് എന്ന് കൊടുക്കുകയാണ്. സോഴ്സിൻ്റെ അകത്ത് ഈ app.jsx എന്നാണ് ഈ ഫയലിൻ്റെ അകത്ത് JSX ഫോർമാറ്റ് എന്താണെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഇതിൻ്റെ അകത്താണ് ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ഒരു ബ്രൗസറിൻ്റെ അകത്ത് കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കാണിച്ചേക്കുന്ന ഈ കോഡാണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ വീറ്റ് പ്ലസ് റിയാക്ട് എന്നൊക്കെ കൊടുത്തേക്കുന്നത്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫ്യൂച്ചർ ബീറ്റ്സ് എന്നൊക്കെ കൊടുക്കാൻ കഴിയുന്നതാണ്. അത് കൊടുത്തു കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ആ മാറ്റം കാണുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇൻസ്റ്റാളിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വീഡിയോസ് എല്ലാം കണ്ടിട്ട് എന്ത് ചെയ്യുക, നിങ്ങളിത് വാച്ച് ചെയ്ത് തുടങ്ങുക. നാളെ തൊട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഓരോരോ ടോപ്പിക്കുകളായിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.